അതുമാത്രമാണ് സഹോദരങ്ങളെ, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരോട് അള്ളാഹുവിന്റെ ചോദ്യം എത്ര ചോദ്യമാണുള്ളത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിർ മറിച്ചു നോക്കൂ, 13-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖുത്മീർ. അവന് പുറമെ ആരോട് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ, മമ്പ്രം തങ്ങളെ, ബദരീങ്ങളെ, മുഹിദ്ദീൻ ഷേഖ് തങ്ങളെ, അതുപോലെ തന്നെ ഉള്ളാളത്തങ്ങളെ എന്ന് തുടങ്ങി ആരെയൊക്കെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവർ ഒരു ഈത്തപ്പഴത്തിന്റെ കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല. നോക്കൂ, എത്രത്തോളം നിസ്സാരമാക്കുകയാണ് റബ്ബ്. ഈ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാളും അതപ്പതിച്ചവൻ മറ്റാരാണുള്ളത്? ഈത്തപ്പഴത്തിന്റെ കുരുവിന്റെ പാട എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നിസ്സാരമായ ഒരു അള്ളാഹുവിന്റെ പടപ്പാണ്. ഇതുപോലും സൃഷ്ടിക്കാൻ അവരെ കൊണ്ട് സാധ്യമല്ല. പിന്നെ എങ്ങനെയാണോ നിന്റെ പ്രയാസവും പ്രതിസന്ധിയും അവർ തീർത്തു തരുക? നിനക്ക് രോഗം ബാധിച്ചാൽ, നിനക്ക് മക്കളില്ലാതായാൽ, നിനക്ക് ഗൾഫിലേക്ക് ഒരു വിസ വേണ്ടി വന്നാൽ, അതുപോലെ നിന്റെ ജീവിതത്തിൽ സാമ്പത്തികമായ പൂർണ്ണാർത്ഥത്തിൽ ഒരു നഷ്ടം സംഭവിച്ചാൽ നീ അള്ളാഹു അല്ലാത്തവരുടെ അടുത്തേക്ക് പോകാറില്ലേ? ജാറത്തിങ്കൽ പോകാറില്ലേ? അതുമാത്രമാണോ, പല തങ്ങന്മാരടുത്തേക്കും പോകാറില്ലേ? അവരൊരു ഈത്തപ്പഴത്തിന്റെ കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല. അവരോടാണ് നിങ്ങൾ വിളിച്ചു തേടുന്നത്, അവരോടാണ് നിങ്ങൾ അഭൗതികമായ കാര്യങ്ങൾ പോയി പറയുന്നത്. അത് റബ്ബിനോടാണ് നിങ്ങൾ പറയേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ധാരാളം വാചകത്തിൽ, പ്രത്യേകിച്ച് സൂറത്തുൽ ഫാത്തിറിൽ 13-ാമത്തെ ആയത്ത്, സൂറത്തുൽ സുമറിൽ 38-ാമത്തെ ആയത്ത്, സൂറത്തുൽ അഹ്ഖാഫിൽ 5-ാമത്തെ ആയത്ത്, അതിലുപരി സൂറത്തുൽ ഹജ്ജിൽ 62-ാമത്തെ ആയത്ത്, ഇതിന്റെ ഒക്കെ പരിഭാഷ നിങ്ങളൊന്ന് മറിച്ചു നോക്കൂ. റബ്ബിന്റെ വാചകമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകിയാൽ മാത്രമേ ഇത് ചിന്തിക്കാനും പഠിക്കാനും നമുക്ക് ഭാഗ്യം ലഭിക്കുകയുള്ളൂ. അത്തരക്കാരിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.